ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ എന്ന് പറയുന്നത് കാലത്ത് 6 മണിക്കൊരു ക്ലാസ്, 9 മണിക്കൊരു ക്ലാസ്, ദെൻ 12 മണിക്ക്, 3 മണിക്ക്, രാത്രി 8 മണിക്ക്, ദെൻ 10:30. ഇങ്ങനെയാണ് 6 ക്ലാസ്സുകളുടെ സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 6 ക്ലാസ്സുകളിൽ 4 ക്ലാസ്, പകല് നൽകുന്ന 4 ക്ലാസ് റെക്കോർഡഡ് ക്ലാസ്സും രാത്രിയുള്ള 8 മണിക്കും 10:30ക്കുള്ള 2 ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുമാണ്. അപ്പോൾ ഈ 6 ക്ലാസ്സുകളിലും കൂടെ നമ്മൾ GK പോർഷൻസും ഇംഗ്ലീഷ് മാത്സ് മലയാളവും PYQ ഡിസ്കഷനും കറണ്ട് അഫയേഴ്സും ഇതെല്ലാം കൂടെ കവർ ചെയ്തിട്ടാണ് 6 ക്ലാസ്സുകൾ നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നത്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കൃത്യമായിട്ട് പഠിച്ചു പോകുന്നവർക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ക്ലാസ് കേൾക്കുമ്പോൾ നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, റിവിഷൻ സമയത്ത് നമുക്ക് ആ നോട്ട്സ് ആണ് പ്രയോജനപ്പെടുന്നത്. അല്ലാതെ വീണ്ടും വീഡിയോസ് കണ്ട് റിവിഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നോട്ട്സ് തയ്യാറാക്കിയിട്ട് തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്നത്തെ ക്ലാസ് നമ്മളിപ്പോൾ ജ്യാമിതീയ രൂപങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ് അല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ജിയോമെട്രിയാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മളതിൽ ത്രികോണം, മട്ടത്രികോണം, സമഭുജ ത്രികോണം എന്നീ ഭാഗങ്ങളൊക്കെ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ചതുരം, ചതുരത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് തന്നെ ക്ലാസ് കാണാം. ഇത് നമ്മൾ മുൻപ് എടുത്തിട്ടുള്ള ക്ലാസ് ആണ്, പക്ഷേ എത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടുള്ള ക്ലാസ് ആയതുകൊണ്ടാണ് ആ ക്ലാസ് തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്ത് ഇനിയും നമുക്ക് അത് തന്നെയാണ് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ എല്ലാവരും ചതുരം എന്ന് പറയുന്ന ക്ലാസ് കണ്ടിട്ട് നോക്കുക. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. മാക്സിമം പേരിലോട്ട് വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചതുരത്തിൻ്റെ ക്ലാസ്സിലോട്ട് കിടക്കാം. ചതുരം അഥവാ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ദീർഘചതുരം എന്നൊക്കെ പറയും. അപ്പം നമ്മൾ ചതുരത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ചതുരം. ഇതാണ് ചതുരം അല്ലേ. ഇങ്ങനെ 4 എന്താണ് സൈഡ് ഉണ്ടാവും അല്ലെ, 4 വശങ്ങളുള്ള ഇതിനെയാണ് എന്തെന്ന് പറയാ, ചതുരം അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ദീർഘചതുരം എന്നൊക്കെ പറയാം. അപ്പോൾ ഈ ചതുരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഓപ്പോസിറ്റ് ഉള്ള ഈ 2 വശങ്ങൾ അല്ലെ, ഇതും ഇതും തുല്യമായിരിക്കും. ഈ നീളവും തുല്യമായിരിക്കും അല്ലെ. അപ്പോൾ എതിർവശങ്ങൾ തുല്യമായിട്ടുള്ളതാണ് എന്ത്, ചതുരം അല്ലെ. അപ്പൊ എതിർവശങ്ങൾ തുല്യമാണ്, അത് ഓർത്തിരിക്കുക. ഇനി ഈ ചതുരത്തിന്റെ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമ്മൾ സർക്കിളിന്റെ പഠിച്ചതുപോലെ തന്നെ 360 ഡിഗ്രി ആയിരിക്കും എന്ത്, ഒരു ചതുരത്തിന്റെ മൊത്തം ആംഗിൾ. ഈ 4 കോണുകളും കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 360 ഡിഗ്രി കിട്ടും. മാത്രമല്ല ഈ ഓരോ കോണും 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഈ ഓരോ കോണും എന്താണ്, മട്ടകോണാണ്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തിരിക്കുക. എന്തൊക്കെയാണ് പറഞ്ഞത്? എതിർവശങ്ങൾ തുല്യമായിരിക്കും. മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് 360 ആണ്. അപ്പോൾ ഓരോ ആംഗിളും 90 ആണെന്ന് പറയുമ്പോൾ 90 അല്ലെ, 4 എണ്ണം കൂട്ടുമ്പോൾ എന്താണ്, 360 തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ ഓരോ ആംഗിളും എന്താണ്, മട്ടത്രികോണമാണെന്ന് പറഞ്ഞു. മൊത്തം ആംഗിൾ 360 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? ഏരിയ കാണാനുള്ള ഇക്വേഷൻ, ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ, ഓക്കെ, അതുപോലെ തന്നെ വികർണം കാണാനുള്ള ഇക്വേഷനും കൂടെ പഠിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം ഏരിയ കാണാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു എതിർവശങ്ങൾ തുല്യമായിരിക്കും എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇത് ലെങ്ത് ആണെങ്കിൽ ഇതും ലെങ്ത് ആണ്, ഇത് ബേസ് ആണെങ്കിൽ ഇത് ബി ആണ്. ഓക്കെ, അപ്പോൾ ഇതും തുല്യം, ഇതും തുല്യം. ഓക്കെ, അത് മനസ്സിലായി. അപ്പോൾ ഇനി ഇതിൻ്റെ ഏരിയ അല്ലെങ്കിൽ വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്, നീളം ഇൻറ്റു വീതിയാണ്. ഓക്കെ, അപ്പോൾ L ഇൻറ്റു ബി. ഓക്കെ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് എന്തെന്ന് പറയുന്നത്, ഏരിയ കാണാനുള്ള ഇക്വേഷൻ. ഇത് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ, നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. ഒരു ചതുരത്തിൻ്റെ വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്, അത് ഓർത്തിരിക്കുക. ഇനി ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ, ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റിലുമുള്ള അളവാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ചുറ്റിലും എന്താണ് ഉള്ളത്? ഇവിടെ നോക്കാം, ഒരു ലെങ്ത് ഉണ്ട്, അത് കഴിഞ്ഞ് ഒരു ബ്രെഡ്ത്ത് ഉണ്ട്, വീണ്ടും ഒരു ലെങ്ത് ഉണ്ട്, വീണ്ടും ഒരു ബ്രെഡ്ത്ത് ഉണ്ട് അല്ലേ. ചുറ്റിലുമുള്ള അളവ് എന്ന് പറയുമ്പോൾ നമ്മൾ ചുറ്റിലുമുള്ളത് എല്ലാം കൂടെ കൂട്ടി. അപ്പോൾ ഇവിടെ ഒരു L ഉണ്ട്, ഇവിടെ ഒരു L ഉണ്ട്. അപ്പോൾ എത്ര L ആയി? 2 L ആയി. പ്ലസ് ഇവിടെ ഒരു B ഉണ്ട്, ഇവിടെ ഒരു B ഉണ്ട്. അപ്പോൾ എത്ര B ആയി? 2B. അപ്പോൾ 2L പ്ലസ് 2B ആണ് എന്ത്, ചുറ്റളവ് എന്ന് പറയുന്നത്. കിട്ടിയോ? നമ്മൾ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റിലുമുള്ള അളവാണ്. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടിയാൽ നമുക്കറിയാം 2L പ്ലസ് 2B ആണ് എന്ത്, ചുറ്റളവ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ.
അപ്പോൾ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഏരിയ കാണാൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, പെരിമീറ്റർ കാണാൻ 2L + 2B. കിട്ടിയല്ലോ. ഇനി ഒരു ഇക്വേഷനും കൂടി ഉണ്ട്, വികർണം. വികർണം കാണാനുള്ള ഇക്വേഷൻ. വികർണം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഇതിനിപ്പോൾ ഇങ്ങനെ വരച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇങ്ങനെ ക്രോസ് ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ ഈ നീളമാണ് എന്തെന്ന് പറയുന്നത്? വികർണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വികർണം കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു ദീർഘചതുരത്തിന്റെ കോണുകളെല്ലാം എന്താണ്? മട്ടകോണാണ്. അപ്പോൾ ഇത് മട്ടത്രികോണമാണ്. അപ്പോൾ ഈ മട്ടത്രികോണത്തിന്റെ ഓപ്പോസിറ്റ് വരുന്ന വലിയ വശത്തെ നമ്മളൊരു പേര് പറയും. എന്താണത്? കർണം അല്ലേ? അപ്പൊ ഇത് കർണമാണ്. കർണം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. പൈതഗോറസ് സിദ്ധാന്ത പ്രകാരം നമ്മൾ പഠിച്ചിട്ടുണ്ട്. റൂട്ട് ഓഫ് എന്താണ്? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണല്ലോ. അത്ര തന്നെയുള്ളൂ. അപ്പൊ ഇവിടെയും എന്ത് തന്നെയാണ്? ഈ വികർണം, ദീർഘചതുരത്തിന്റെ വികർണം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കർണമാണ്. കാരണം എന്താണ്? ഇത് മട്ടത്രികോണമാണ്. അപ്പൊ അതിനെങ്ങനെ ക്രോസ് ആയിട്ട് വരയ്ക്കുന്ന, മട്ടത്രികോണത്തിന്റെ ഓപ്പോസിറ്റ് വരയ്ക്കുന്ന വലിയ വശം കർണമാണ്. അപ്പൊ വികർണം എന്ന് പറഞ്ഞാൽ കർണം തന്നെയാണ് അല്ലേ? അപ്പോൾ അത് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? L² + B² റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, അല്ലെങ്കിൽ ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വികർണം കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ദീർഘചതുരം അല്ലെങ്കിൽ ചതുരം അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ഭാഗത്ത് പഠിക്കാനുള്ളത്. ഒന്നുകൂടെ പറയാം, എതിർവശങ്ങൾ തുല്യമായതാണ് അല്ലെ? ചതുരം എന്ന് പറയുമ്പോൾ എതിർവശങ്ങൾ തുല്യമായിരിക്കും. മൊത്തം കോണുകൾ 360 ഡിഗ്രി ആയിരിക്കും. ഓരോ കോണും 90 ഡിഗ്രി ആയിരിക്കും. ഏരിയ കാണാനുള്ള ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് L ഇൻറ്റു B. പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് കാണാൻ 2L + 2B. വികർണം കാണാൻ റൂട്ട് ഓഫ് L² + B². ഇത്രയും കിട്ടിയല്ലോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ തുടങ്ങാം. ആദ്യത്തെ ചോദ്യം നോക്കുക. 8 സെന്റിമീറ്റർ നീളവും 6 സെന്റിമീറ്റർ വീതിയുമുള്ള ചതുരത്തിന്റെ പരപ്പളവ് എത്ര എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നീളവും തന്നിട്ടുണ്ട്, വീതിയും തന്നിട്ടുണ്ട് അല്ലെ? പരപ്പളവ് കാണും. അപ്പൊ നമുക്ക് ഇവിടെ നിന്നും പരപ്പളവും ചുറ്റളവും വികരണവും എല്ലാം ഇതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് എന്താണ്? ഒറ്റ ചോദ്യത്തിൽ നിന്ന് 3 പഠിക്കാം അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം പരപ്പളവ് കാണാം. പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? L ഇൻറ്റു B ആണ് അല്ലെ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നീളവും തന്നിട്ടുണ്ട്, വീതിയും തന്നിട്ടുണ്ട്. അപ്പൊ 8 ഇൻറ്റു 6 അല്ലെ? 8 ആണ് നീളം, വീതി 6 ആണ്. അപ്പൊ 8 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 48 സെന്റിമീറ്റർ സ്ക്വയർ ലെങ്ത് അല്ലെ? എത്രയേ ഉള്ളൂ. പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ നമുക്ക് അറിഞ്ഞാൽ ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ നമ്മൾ 8 ഇൻറ്റു 6 ചെയ്തു, 48 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് ആൻസർ കിട്ടി. പരപ്പളവ് കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇത് പരപ്പളവാണ്, പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം. ഇനി നമുക്ക് ചുറ്റളവ് കണ്ടുപിടിച്ച് നോക്കാം അല്ലേ? ചുറ്റളവിൻ്റെ ഇക്വേഷൻ എന്താണ്? P ഈസ് ഈക്വൽ ടു 2L + 2B എന്ന് ഞാൻ പറഞ്ഞല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പോൾ അതിനെ കോമൺ ആയിട്ട് എടുത്താൽ 2 ഇൻറ്റു ബാക്കി എന്താണുള്ളത്? L + B. അപ്പോൾ 2 ഇൻറ്റു L + B, 2 ഇൻറ്റു L + B എന്നുള്ള ഫോമിൽ എഴുതാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചുറ്റളവിൻ്റെ ശരിക്കുള്ള ഇക്വേഷനായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ? 2 ഉണ്ട്, ബാക്കി എന്താണ്? L + B എന്ന് പറയുമ്പോൾ 8 + 6 അല്ലേ? 8 + 6 നമ്മുടെ വാല്യൂ അവിടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, എളുപ്പമല്ലേ? 2 ഇൻറ്റു L + B, 2L + 2B എന്നുള്ളതിൽ 2 കോമൺ ആയിട്ട് നമ്മൾ പുറത്തെടുത്തു, ബാക്കി L + B അതുപോലെ എഴുതി. അപ്പോൾ 2 ഇൻറ്റു 8 + 6 എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യാം? 2 ഇൻറ്റു 8ഉം 6ഉം കൂടെ കൂട്ടിയാൽ എത്രയാണ്? 14. 14 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 28 സെന്റിമീറ്റർ പരപ്പളവ് കിട്ടി അല്ലേ? സോറി, ചുറ്റളവ് കിട്ടി. ചുറ്റളവിൻ്റെ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ ചെയ്തു പോകുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? നമുക്ക് നീളവും അറിയാം, വീതി അറിയാം. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പരപ്പളവിൻ്റെ ഇക്വേഷൻ L ഇൻറ്റു B, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 48 സെന്റിമീറ്റർ. ചുറ്റളവിൻ്റെ ഇക്വേഷൻ എന്താണ്? 2 ഇൻറ്റു L + B ആണ്. അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, നമുക്ക് ആൻസർ എത്ര കിട്ടി? 28 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇനി എന്താണ്? വികർണം അല്ലേ? വികർണം കാണാനുള്ളതും കൂടെ നമുക്ക് നോക്കാം. വികർണം കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു. എന്താണ്? റൂട്ട് ഓഫ് L² + B². റൂട്ട് ഓഫ് L² എന്ന് പറയുമ്പോൾ L എത്രയാണ്? 8. അപ്പോൾ 8ന്റെ സ്ക്വയർ പ്ലസ് B എന്ന് പറയുന്നത് 6 ആണ്, 6ന്റെ സ്ക്വയർ അല്ലേ? അപ്പോൾ റൂട്ട് ഓഫ് 8ന്റെ സ്ക്വയർ എത്രയാണ്? 64 പ്ലസ് 6ന്റെ സ്ക്വയർ 36. അപ്പോൾ റൂട്ട് ഓഫ് 64ഉം 36ഉം കൂടെ കൂട്ടിയാൽ 0 0. അപ്പോൾ 100 എന്ന് വന്നു.
റൂട്ട് ഓഫ് 100 എന്ന് പറഞ്ഞാൽ എന്താണ് 10 അല്ലേ? ഇപ്പം 10 സെൻറ്റിമീറ്റർ. റൂട്ട് ഓഫ് 100 10 10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ പരപ്പളവ് കണ്ടുപിടിച്ചു, ചുറ്റളവ് കണ്ടുപിടിച്ചു, വികരണം കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പം മൂന്നിൻ്റെയും ഇക്വേഷൻ വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്ക് എന്താണ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേ വേണ്ടുള്ളൂ. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തൊരു വ്യത്യസ്തമായിട്ടുള്ള ചോദ്യം നോക്കാം. ഇവിടെ നോക്കുക, 60 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരത്തിൻ്റെ വീതി 12 സെൻറ്റിമീറ്റർ ആയാൽ നീളം എത്ര? അപ്പോൾ നേരത്തെ നമ്മൾ നീളവും വീതിയും തന്നിട്ട് ചുറ്റളവും പരപ്പളവും വികരണവും എല്ലാം കണ്ടുപിടിച്ചു. എളുപ്പമായിരുന്നു അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ചുറ്റളവ് തന്നിട്ടുണ്ട് അല്ലേ? എന്നിട്ട് വീതി തന്നിട്ടുണ്ട്, നീളം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ചുറ്റളവിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. 2 × L + B. ഓക്കെ, ഞാൻ ആദ്യം 2L + 2B എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് 2 കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ട് L + B എന്ന് എഴുതി, അത്രയേ ഉള്ളൂ. അപ്പോൾ 2 × L + B ആണ് എന്ത്? ചുറ്റളവിൻ്റെ ഇക്വേഷൻ. അത് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 60 സെൻറ്റിമീറ്റർ അല്ലേ? 2 × L + B എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അതിൽ വീതി തന്നിട്ടുണ്ട് 12 സെൻറ്റിമീറ്റർ. അപ്പോൾ 2 × L + B എത്രയാണ്? 12 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വാല്യൂ അവിടെ ഇട്ട് കൊടുത്തു. 12 ബിയുടെ സ്ഥാനത്ത് ഇട്ട് കൊടുത്തു വീതി. ഇനി എന്ത് ചെയ്യുക? 2 × L + 12 = 60 ആണ്. അപ്പോൾ ഈ L + 12 എന്ന് പറയുന്നത് ഇവിടെ നിർത്താം അല്ലേ? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? L ആണ്. അപ്പോൾ നമ്മൾ Lനെ അവിടെ നിർത്തണം. അപ്പോൾ ആദ്യം നമ്മൾ L + 12 ഇവിടെ നിർത്തി. 60 ഇവിടെ × 2 എന്ന് പറയുന്നത് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ÷ 2 ആവും. അപ്പോൾ L + 12 എന്ന് പറയുന്നത് 60/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 ആണ് അല്ലേ? 30 ആണ്. അപ്പോൾ L + 12 എന്ന് പറയുന്നത് 30 ആണെങ്കിൽ L എന്ന് പറയുന്നത് എത്രയായിരിക്കും? 30 ഇവിടെ ഉണ്ട്. ഈ +12 സമത്തിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ -12 ആവും. 30ൽ നിന്ന് 12 പോയാൽ എത്രയാണ്? 18 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടി നീളം. ഓക്കെ ആണല്ലോ. എങ്ങനെയാണ് ചെയ്തത്? നമുക്ക് ചുറ്റളവ് തന്നിട്ടുണ്ട്. അപ്പോൾ ചുറ്റളവിൻ്റെ ഇക്വേഷൻ 2 × L + B ആണ് = 60 എന്നുള്ളത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? വീതി നമുക്ക് തന്നിട്ടുണ്ട് 12 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ വീതി അല്ലെങ്കിൽ ബേസിൻ്റെ സ്ഥാനത്ത് നമ്മൾ 12 എന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ 2 × L + 12 = 60 വന്നു. നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? L ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ L + 12 ഇവിടെ നിർത്തി. ഈ 2നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 2 × ആണ്. × 2 അപ്പുറത്തോട്ട് പോകുമ്പോൾ ÷ ആവും. അത് നമ്മൾ ക്യാൻസൽ ചെയ്തു. നമുക്ക് L + 12 എന്ന് പറയുന്നത് 30 കിട്ടി. L എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? 30 അവിടെ ഉണ്ട്. ഈ +12 അപ്പുറത്തോട്ട് പോകുമ്പോൾ -12 ആയി. നമ്മുടെ ആൻസർ എത്ര കിട്ടി? 18 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അടുത്ത ചോദ്യം നോക്കാം. ഒരു ചതുരത്തിൻ്റെ വിസ്തീർണം 286 സെൻറ്റിമീറ്റർ സ്ക്വയർ, നീളം 22 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ ചുറ്റളവ് എത്ര എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ പോലെ തന്നെയാണ് അല്ലേ? വിസ്തീർണം തന്നിട്ടുണ്ട്, നീളവും തന്നിട്ടുണ്ട്. നമുക്ക് ചുറ്റളവ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് വിസ്തീർണവും നീളവും കിട്ടി പറഞ്ഞാൽ നേരത്തെ പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വീതി കണ്ടുപിടിക്കാം. നീളവും വീതിയും കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കാം? ചുറ്റളവും കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ആദ്യം എഴുതാം. വിസ്തീർണം എന്ന് പറയുമ്പോൾ വിസ്തീർണത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? L × B ആണ്. അത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 286 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? L × B വിസ്തീർണം എന്ന് പറയുന്നത് 286 ആണ്. അപ്പോൾ വിസ്തീർണത്തിൻ്റെ ഇക്വേഷന് നമ്മളത് ഇട്ട് കൊടുത്തു. ഇനി നീളം തന്നിട്ടുണ്ട്. നീളം എന്ന് വെച്ചാൽ L തന്നിട്ടുണ്ട് 22 സെൻറ്റിമീറ്റർ. അപ്പോൾ Lൻ്റെ സ്ഥാനത്ത് 22 എന്നിട്ടു. × B = 286 എന്ന് നമ്മൾ എഴുതി അല്ലേ? Lൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, അതും ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് B കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയാണ്? B ഇവിടെ നിർത്തി. 286 ഇവിടെ ഉണ്ട്. 22 ഇവിടെ × 22 ഇങ്ങനെ താഴെ പോകുമ്പോൾ അല്ലേ? സമത്തിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ ÷ 22 ആവും അല്ലേ? അപ്പോൾ 286 ÷ 22 എന്ന് വന്നു. അപ്പോൾ ഇത് ഇവിടെ നിന്ന് നമുക്ക് ക്യാൻസൽ ചെയ്യാലോ, വെട്ടിച്ചെറുതാക്കാം അല്ലേ? അപ്പോൾ നമുക്ക് 2 വെച്ച് വെട്ടിച്ചെറുതാക്കാം. അപ്പോൾ 2 വെച്ചിട്ട് വെട്ടിച്ചെറുതാക്കുമ്പോൾ 2ൽ 2 ഒരു പ്രാവശ്യം, ഇവിടെ 2ൽ 2 ഒരു പ്രാവശ്യം, ഇവിടെ 2ൽ ഒരു പ്രാവശ്യം, 8ൽ എത്ര പ്രാവശ്യം പോകും? 4 പ്രാവശ്യം, 6ൽ 3 പ്രാവശ്യം, 143 എന്ന് വന്നു. ഇനി നമുക്ക് 11 വെച്ച് വെട്ടാം അല്ലേ? 11ൽ 11 ഒരു പ്രാവശ്യം, 14ൽ 11 എത്ര പ്രാവശ്യം പോകും? ഒരു പ്രാവശ്യം. ബാക്കി എത്രയുണ്ട്? 14ൽ 11 പോയാൽ ബാക്കി 3, 3ഉം ഇവിടെ ഒരു 3 ഉണ്ട്. അപ്പോൾ 33, 33ൽ 11 3 പ്രാവശ്യം. ഓക്കെ, അപ്പോൾ 13 എന്ന് നമുക്ക്
ഇങ്ങനെ വെട്ടിച്ചെറുതാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതറിയാത്തവരുണ്ടെങ്കിൽ അത് കാണാം കേട്ടോ. അപ്പോൾ 13 ബി ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 13 കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ആയോ? ഇല്ല, ബി ആണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ബിയും കിട്ടി, എല്ലിൻ്റെ വാല്യൂ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ചുറ്റളവ് കണ്ടുപിടിക്കാം. ചുറ്റളവിൻ്റെ ഇക്വേഷൻ എന്താണ്? 2 × L + B ആണ് അല്ലേ? 2 × L + B ആണ്. അപ്പോൾ 2 × L എത്രയാണ്? 22 പ്ലസ് B നമ്മൾ കണ്ടുപിടിച്ചു 13 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 13 എന്ന് നമ്മൾ കൊടുത്തു. ഓക്കെ, ഇനി 2 × 22 13 എത്രയാണ്? 3 2 5 2 1 3 അല്ലേ? 2 × 35 എന്ന് പറയുമ്പോൾ 70 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? നമുക്ക് വിസ്തീർണം തന്നിട്ടുണ്ട്, നീളവും തന്നിട്ടുണ്ട്, ചുറ്റളവ് കണ്ടുപിടിക്കണം. അപ്പോൾ വിസ്തീർണം തന്നതുകൊണ്ട് നമ്മൾ വിസ്തീർണത്തിൻ്റെ ഇക്വേഷൻ L × B ഈസ് ഈക്വൽ ടു നമുക്ക് തന്നിട്ടുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിൽ L തന്നിട്ടുണ്ട്, അപ്പോൾ എല്ലിൻ്റെ സ്ഥാനത്ത് 22 എന്നിട്ട് കൊടുത്തു. ഇൻറ്റു B ഈസ് ഈക്വൽ ടു 286 എന്ന് കൊടുത്തു. അതിൽ നിന്നും B നമുക്ക് കണ്ടുപിടിക്കാം. 286 ഇവിടെ ഉണ്ട്. ഇൻറ്റു 22 ഇങ്ങോട്ട് പോയപ്പോൾ ഡിവൈഡഡ് ബൈ ആയി, വെട്ടിച്ചെറുതാക്കി. നമുക്ക് ആൻസർ എത്ര കിട്ടി? B 13 എന്ന് കിട്ടി. B 13 കിട്ടി, L 22 ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 2 × L + B. നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുത്ത് നമുക്ക് ആൻസർ എത്ര കിട്ടി? 70 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അടുത്ത ചോദ്യം നോക്കാം. ചതുരാകൃതിയിലുള്ള കളിസ്ഥലത്തിൻ്റെ നീളവും വീതിയും ഇരട്ടിച്ചാൽ അതിൻ്റെ വിസ്തീർണം എത്ര മടങ്ങാവും? അപ്പോൾ ചതുരാകൃതിയിലുള്ള കളിസ്ഥലമാണ്, അതിൻ്റെ നീളവും വീതിയും എന്ന് പറയുമ്പോൾ എല്ലും ബിയും ഇരട്ടിച്ചാൽ വിസ്തീർണം എത്ര മടങ്ങാകും എന്നുള്ളതാണ്. അപ്പോൾ വൃത്തത്തിൻ്റെ കേസിൽ നമ്മൾ ഇതുപോലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പഠിച്ചവർക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? നമ്മൾ എല്ലും ബിയും ലെങ്ത്തും ബ്രെഡ്ത്തും ആയിരിക്കുമ്പോഴത്തെ നമ്മുടെ വിസ്തീർണം എന്താണ്? L × B ആണ്. ഇവിടെ എന്താണ് പറയുന്നത്? എല്ലും ഇരട്ടിക്കുന്നു, ബിയും ഇരട്ടിക്കുന്നു അല്ലേ? നീളവും വീതിയും ഇരട്ടിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ല് പോയിട്ട് എന്താവും? 2L ആവും, ബി പോയിട്ട് 2B ആവും. അങ്ങനെയാണെങ്കിൽ വിസ്തീർണം എന്താണ്? എല്ലും ബിയും ആയിരിക്കുമ്പോൾ L × B. അപ്പോൾ 2L ഉം 2B ആയിരിക്കുമ്പോൾ വിസ്തീർണം എന്തായിരിക്കും? 2L × 2B ആയിരിക്കും. അപ്പോൾ 2L × 2B എന്ന് പറയുമ്പോൾ എന്താണ്? 2 × 2 4LB ആയിരിക്കും അല്ലേ? ഇതാണ് വിസ്തീർണം കിട്ടുക. അപ്പോൾ സാധാരണ LB പോയിട്ട് 4LB ആയി എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയായി? 4 മടങ്ങായി അല്ലേ? 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 4 മടങ്ങ് എന്ന് പറയുമ്പോൾ 4 കൊണ്ട് ഗുണിക്കുന്നതാണ് അല്ലേ? അപ്പോൾ വിസ്തീർണം എത്രയാകും? 4 മടങ്ങാവും. അപ്പോൾ നമ്മളിത് വൃത്തം പഠിച്ചപ്പോൾ എളുപ്പ വഴി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇരട്ടിക്കുക, അതായത് 2 മടങ്ങാവുമ്പോൾ വിസ്തീർണം എത്രയാവും? അതിൻ്റെ സ്ക്വയർ 4 ആവും. 3 മടങ്ങാവുമ്പോൾ അതിൻ്റെ സ്ക്വയർ 9 മടങ്ങാവും. 5 മടങ്ങാവുമ്പോൾ 5ൻ്റെ സ്ക്വയർ 25 മടങ്ങാവും. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, അപ്പോൾ വിസ്തീർണം എത്രയാകും? 4 മടങ്ങായിട്ട് വർദ്ധിക്കും. അടുത്ത ചോദ്യം നോക്കുക. 30 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വയർ വളച്ച് 56 സെൻറ്റിമീറ്റർ സ്ക്വയർ വിസ്തീർണം വരത്തക്ക രീതിയിൽ ഒരു ചതുരം ഉണ്ടാക്കിയാൽ ചതുരത്തിൻ്റെ വീതി എത്ര എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, 30 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വയർ വളച്ച്, അപ്പോൾ ഒരു വയറാണ്, അപ്പോൾ അതിന് 30 സെൻറ്റിമീറ്റർ നീളമുണ്ട്. ഇത് വളച്ചിട്ട് എന്തുണ്ടാക്കുകയാണ്? ഒരു ചതുരം ഉണ്ടാക്കുകയാണ്. അതിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് 56 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഈ വയറിനെ വളച്ച് ചതുരം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ വയറിൻ്റെ നീളത്തിന് വല്ല വ്യത്യാസം വരുമോ? ഇല്ല അല്ലേ? അപ്പോൾ ഈ വയറിനെ ഇങ്ങനെ വളച്ചാലും ഇങ്ങനെ ആക്കിയാലും ഇതിൻ്റെ നീളത്തിന് വ്യത്യാസം വരുമോ? ഇല്ല, അത് 30 സെൻറ്റിമീറ്റർ തന്നെയാണ്. അപ്പോൾ ഈ വയറിനെ നമ്മൾ വളച്ച് ഇങ്ങനെ ചതുരം ഉണ്ടാക്കിയപ്പോൾ ഇതിൻ്റെ ചുറ്റിലുമുള്ള ഈ നീളങ്ങളെല്ലാം കൂടെ കൂട്ടിയാലും എന്ത് തന്നെ കിട്ടും? 30 സെൻറ്റിമീറ്റർ തന്നെ കിട്ടും അല്ലേ? വയറിൻ്റെ നീളം 30 ആണ്. അപ്പോൾ അതിന് വളച്ചിട്ട് എന്ത് ചെയ്താലും അതിന് 30 സെൻറ്റിമീറ്റർ നീളം തന്നെയുണ്ട്. അപ്പോൾ നമ്മളതിനിങ്ങനെ വളച്ചിട്ട് ഒരു ചതുരം ഉണ്ടാക്കിയാൽ ഈ ചതുരത്തിൻ്റെ എല്ലാ ഭാഗവും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് 30 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും അല്ലേ? കാരണം വയറിൻ്റെ നീളം 30 ആണ്. അപ്പോൾ ഇത് വളച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ഭാഗങ്ങളെല്ലാം കൂടെ കൂട്ടിയാൽ 30 കിട്ടുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചതുരത്തിൻ്റെ ചുറ്റളവല്ലേ അത്? ഈ 4 ഭാഗവും കൂടെ കൂട്ടിയാൽ എന്താണ്? ചുറ്റളവാണ്. അപ്പോൾ വയറിൻ്റെ നീളം തന്നെയാണ് എന്ത് വരിക? ചുറ്റളവ് വരിക. മനസ്സിലായോ? ഒരു വയറ് 30 സെൻറ്റിമീറ്റർ നീളമാണ്. അതിനെ വളച്ച് നമ്മൾ ഏത് ഷേപ്പിലാക്കിയാലും അതിൻ്റെ നീളത്തിൽ മാറ്റം ഉണ്ടാവുമോ? ഇല്ല.
അപ്പോൾ ഈ ചതുരത്തിൻ്റെ ചുറ്റിലുമുള്ള അല്ലേ, ഇത് ആ വയറ് വളച്ചതാണ്. അപ്പോൾ ഇതിനെല്ലാം കൂടെ കൂട്ടിയാലും എന്ത് തന്നെ കിട്ടും? 30 സെൻറ്റിമീറ്റർ തന്നെ കിട്ടും. അതായത് ചുറ്റളവ് എന്ന് പറയുന്നത്, ചുറ്റളവിൻ്റെ ഇക്വേഷൻ എന്താണ്? 2 × L+B എന്ന് പറയുന്നതാണ് 30 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. വയറ് വളച്ചിട്ട് ചതുരം ഉണ്ടാക്കിയാലും അതിൻ്റെ നീളം വ്യത്യാസം വരില്ല. അതുകൊണ്ട് തന്നെ ചുറ്റളവ് എന്താണ്? 30 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത്? അതിൻ്റെ വിസ്തീർണം നമുക്ക് തന്നിട്ടുണ്ട് 56 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വീതിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. വീതി കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് 2 × L+B = 30 എന്നറിയാം. അതുപോലെ തന്നെ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് L+B കണ്ടുപിടിക്കാം അല്ലേ. 2 × L+B = 30 ആണെങ്കിൽ L+B എന്ന് പറയുന്നത് എന്താണ്? 30. ഈ 2 ഇൻറ്റു അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ ആവും. 30/2 എന്ന് പറഞ്ഞാൽ 15. L+B = 15 എന്ന് വന്നു. പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ വിസ്തീർണം 56 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. വിസ്തീർണത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? L × B ആണ്. L × B എന്ന് പറയുന്നത് 56 തന്നിട്ടുണ്ട്. L+B ഞാൻ ഇത് മായ്ക്കുന്നുണ്ട്. L+B എന്ന് പറയുന്നത് 15 എന്ന് കിട്ടി. L × B എന്ന് പറയുന്നത് എത്രയാണ്? 56 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് ആൻസർ കിട്ടും. എന്തുകൊണ്ടാണ്? നമുക്കിവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഏതോ 2 നമ്പർ തമ്മിൽ കൂട്ടുമ്പോൾ 15ഉം അതേ നമ്പേഴ്സ് തമ്മിൽ ഗുണിക്കുമ്പോൾ 56ഉം കിട്ടും. അതാണല്ലോ ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ കുറേ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ബേസ് ഇവിടെ ലെങ്ത്ത് എന്നിട്ടാൽ ബേസ് 10 ആണെന്ന് വിചാരിക്കുക. ലെങ്ത്ത് എത്രയായിരിക്കണം? 10ൻ്റെ കൂടെ ഏത് നമ്പർ കൂട്ടിയാലാണ് 15 കിട്ടുക? 5 കൂട്ടിയാൽ 15 കിട്ടും. പക്ഷേ 10ഉം 5ഉം കൂടെ ഗുണിച്ചാൽ നമുക്ക് എന്തും കിട്ടണം? 56ഉം കിട്ടും. കിട്ടുമോ? ഇല്ല. അപ്പോൾ 10 അല്ല നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. വീതി 10 അല്ല. അടുത്ത നമ്പർ നോക്കാം, 8. വീതി 8 ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ 8ൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 15 കിട്ടുക? L+B 15 ആണെന്നല്ലേ പറഞ്ഞത്. അപ്പം ബേസ് 8 ആണെങ്കിൽ ഏതായിരിക്കും? ലെങ്ത്ത് 7 ആയിരിക്കും. 8ഉം 7ഉം കൂടെ കൂട്ടിയാൽ എന്താണ്? 15 കിട്ടും. 8ഉം 7ഉം കൂടെ ഗുണിച്ചാൽ എന്തും കൂടെ കിട്ടണം? 56ഉം കൂടെ കിട്ടണം. 7 8 എത്ര തന്നെയാണ്? 56 തന്നെയാണ്. അപ്പം നമ്മുടെ ബേസ് എന്ന് പറയുന്നത് എത്രയാണ്? നമ്മുടെ ഓപ്ഷൻ B 8 സെൻറ്റിമീറ്റർ ആയിരിക്കും. എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായോ? നമുക്ക് ഒരു 30 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വയർ വളച്ച് ചതുരം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ നീളത്തിൽ വ്യത്യാസമൊന്നും വരില്ല. അപ്പോൾ അത് ചതുരമായി മാറിയാൽ അതിൻ്റെ ചുറ്റിലുള്ള നീളങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് എത്ര തന്നെ കിട്ടും? 30 സെൻറ്റിമീറ്റർ തന്നെ കിട്ടും. അതായത് ആ ചതുരത്തിൻ്റെ ചുറ്റളവാണ് 30. അപ്പോൾ 2 × L+B = 30. അങ്ങനെയാണെങ്കിൽ L+B എന്ന് പറയുന്നത് 30/2 15 എന്ന് കിട്ടി. L+B 15. പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് വിസ്തീർണം, ചതുരത്തിൻ്റെ വിസ്തീർണം L × B എന്ന് പറയുന്നത് 56 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഏതോ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ 15ഉം ഗുണിക്കുമ്പോൾ 56ഉം കിട്ടണം. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ വെച്ച് തന്നെ ചെക്ക് ചെയ്യാം. 10 ആണെങ്കിൽ +5 15 ആണ്. പക്ഷേ 10 × 5 ചെയ്താൽ 56 കിട്ടുമോ? ഇല്ല. 8 7 എടുത്തപ്പോൾ 8ഉം 7ഉം 15, 8ഉം 7ഉം കൂടെ ഗുണിച്ചാൽ 56ഉം കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ബേസ് എന്ന് പറയുന്നത് എത്രയാണ്? 8 സെൻറ്റിമീറ്റർ ആണ്. അടുത്ത ചോദ്യം നോക്കുക. 20 മീറ്റർ നീളവും 8 മീറ്റർ വീതിയുമുള്ള മുറിയിൽ ടൈൽ പാകുന്നതിന് ഒരു ചതുരശ്ര മീറ്ററിന് 50 രൂപ നിരക്കിൽ എത്ര രൂപ ചിലവാകും? അപ്പോൾ ഒരു ചതുരാകൃതിയിലാണ് അല്ലേ, ചതുരാകൃതിയിലുള്ള ഒരു മുറിയാണ്. ഇവിടെ നീളം നമുക്ക് തന്നിട്ടുണ്ട് 20 സെൻറ്റിമീറ്റർ, വീതി നമുക്ക് തന്നിട്ടുണ്ട് 8 മീറ്റർ. സെൻറ്റിമീറ്റർ അല്ല, മീറ്റർ. ഓക്കെ, നീളം 20 മീറ്ററും വീതി 8 മീറ്ററുമായിട്ടുള്ള ഒരു ചതുരാകൃതിയിലുള്ള ഒരു മുറിയിൽ എന്ത് പാകുന്നു? ടൈൽ അല്ലേ, ടൈൽ പാകുന്നു. അപ്പോൾ ടൈൽ പാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചതുരാകൃതിയിലുള്ള മുറിയുടെ ഈ പുറത്ത് ലൈനിലൂടെ എന്തായാലും ടൈലിടില്ല അല്ലേ. ടൈലിടുന്നത് എവിടെയായിരിക്കും? മുറിക്കകത്തായിരിക്കും അല്ലേ. അപ്പം ഇതിനകത്താണ് എന്ത് ചെയ്യുന്നത്? ടൈൽ പാകുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക അല്ലേ. ഇതിൻ്റെ ചുറ്റും കൊണ്ടുപോയിട്ട് എന്തായാലും ടൈലിടില്ല, ഉള്ളിലായിരിക്കും ടൈലിടുക. അപ്പോൾ ഉള്ളിൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ഇങ്ങനെയായിരിക്കും ടൈലിട്ടിട്ട് പോകുന്നുണ്ടാവുക അല്ലേ. ഇവിടെയാണ് ടൈലിടുന്നത്. അങ്ങനെ ഒരു ചതുരശ്ര മീറ്ററിന് 50 രൂപ നിരക്കിൽ എത്ര രൂപ ചെലവാകും എന്നാണ്. അപ്പോൾ ഇതിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഉള്ളിലാണ് ടൈൽ പാകുന്നത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വിസ്തീർണം അല്ലെ, ഉള്ളിലുള്ള അളവ് എന്താണ്? വിസ്തീർണമാണ്. അപ്പോൾ ഒരു ചതുരത്തിൻ്റെ വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? L × B ആണ്. അതായത് 20 ×
8 8 2 16 160 മീറ്റർ സ്ക്വയർ ആണ് അല്ലേ, ചതുരശ്ര മീറ്റർ ആണ് പറയുന്നത്. അപ്പോൾ 160 മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇതാണ് എന്ത് വിസ്തീർണം, അതായത് ഉള്ളിലുള്ള അളവ് വിസ്തീർണം കിട്ടി. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു ചതുരശ്ര മീറ്ററിന് 50 രൂപ നിരക്കിൽ. ഒരു ചതുരശ്ര മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മീറ്റർ സ്ക്വയർ. 1 മീറ്റർ സ്ക്വയറിന് 50 രൂപയാണ് ചാർജ്. ഓക്കെ, ഒരു ചതുരശ്ര മീറ്ററിന് 50 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഈ മുറി മുഴുവൻ ഇടാൻ എത്ര വേണമെന്ന് പറഞ്ഞാൽ ഈ മുറി മുഴുവൻ എത്രയാണ് വിസ്തീർണം, 160 ചതുരശ്ര മീറ്റർ അല്ലേ, 160 മീറ്റർ സ്ക്വയർ. ഒരു ചതുരശ്ര മീറ്ററിന് 50 രൂപ, അതായത് ഒരു മീറ്റർ സ്ക്വയറിന് 50 രൂപയാണെങ്കിൽ 160 മീറ്റർ സ്ക്വയറിന് എത്രയാകും എന്ന് കണ്ടുപിടിച്ചാൽ പോരെ. 160 മീറ്റർ സ്ക്വയറിന് എത്രയാകും എന്ന് കണ്ടുപിടിക്കാൻ 160നെ 50 കൊണ്ട് ഗുണിച്ചാൽ മതി ആണല്ലോ. ഒരു മീറ്റർ സ്ക്വയറിന് 50 രൂപ, അങ്ങനെയാണെങ്കിൽ 160 മീറ്റർ സ്ക്വയറിന് 160 ഇൻറ്റു 50 എത്ര വരും? ഇവിടെ 0 16 ഇൻറ്റു 5 ആദ്യം ചെയ്യാം. 5 6 30ന് 0 3 ശിഷ്ടം 1 5 5 5 3 8 80. പിന്നെ ഇവിടെ 2 0 ഉണ്ട്, ആ 2 0 കൂടി ഇടുമ്പോൾ 8000 രൂപ എന്ന് നമുക്ക് ആൻസർ കിട്ടും. എങ്ങനെയാണ് ചെയ്തതെന്ന് ഒന്നുകൂടെ പറയാം. എന്താണ് തന്നിട്ടുള്ളത്? 20 മീറ്റർ നീളവും 8 മീറ്റർ വീതിയുമുള്ള ഒരു ചതുരാകൃതിയിലുള്ള മുറി. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു ചതുരം വരച്ചു, മീറ്റർ നീളവും വീതിയും എഴുതി വെച്ചു. ഇതിനകത്താണ് ടൈൽ പാകുക അല്ലെ. ടൈൽ പാകുന്നു എന്ന് പറയുമ്പോൾ ആരും പുറത്തുകൂടെ കൊണ്ടുപോയിട്ട് ഇടില്ല. അകത്ത് ടൈൽ പാകുക എന്ന് പറയുമ്പോൾ അതിനുള്ളിലാണ്. അപ്പോൾ അതിൻ്റെ വിസ്തീർണം നമ്മൾ കണ്ടുപിടിച്ചു 160 മീറ്റർ സ്ക്വയർ. പിന്നെ എന്താണ് പറഞ്ഞത്? ഒരു ചതുരശ്ര മീറ്ററിന് എന്ന് പറയുമ്പോൾ ഒരു മീറ്റർ സ്ക്വയറിന് 50 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 160 മീറ്റർ സ്ക്വയറിന് എത്രയാവും? 160 ഇൻറ്റു 50. അപ്പോൾ നമ്മൾ ഗുണിച്ചു. 6 5 30 0 3 1 5 5 3 8 മൊത്തം 8000 രൂപ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ഉള്ളിൽ ടൈൽ പാകുന്നതിൻ്റെ. ഓക്കെ, ടൈൽ പാകുക എന്ന് പറയുമ്പോൾ ഉള്ളിലാണ് എന്നുള്ളത് മനസ്സിലാക്കാം. വിസ്തീർണം കണ്ടുപിടിക്കാം. ഒരു ചതുരശ്ര മീറ്ററിന് എത്ര തന്നിട്ടുണ്ടോ അതിനെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള വിസ്തീർണം കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കുക. ചതുരാകൃതിയിലുള്ള ഒരു തോട്ടത്തിന് 24 മീറ്റർ നീളവും 18 മീറ്റർ വീതിയുമുണ്ട്. അതിനു ചുറ്റും പുറത്തായി 2 മീറ്റർ വീതിയിൽ ഒരു പാതയുണ്ട്. പാതയുടെ വിസ്തീർണം എത്ര? ചോദ്യം കേൾക്കുമ്പോൾ ഇതെന്താണ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരാം. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വരച്ചിടാം. ഓക്കെ, ചതുരാകൃതിയിലുള്ള ഒരു തോട്ടത്തിന്, അപ്പോൾ നമ്മൾ ചതുരാകൃതിയിലുള്ള ഒരു തോട്ടം വരച്ചു. അപ്പോൾ ഇതാണ് ചതുരാകൃതിയിലുള്ള ഒരു തോട്ടം. അതിന് 24 മീറ്റർ നീളവും 18 മീറ്റർ വീതിയും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് പുറത്ത്, ഓക്കെ, ഇതിന് ചുറ്റും പുറത്തായി 2 മീറ്റർ വീതിയിൽ ഒരു പാതയുണ്ട്. അപ്പോൾ ഇതിന് പുറത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ അല്ലേ, ഇതിന് പുറത്തും ഇങ്ങനെ എന്താണ് ചുറ്റിനുമായിട്ട് 2 മീറ്റർ വീതിയിൽ ഒരു പാതയുണ്ട്. പാതയുടെ വിസ്തീർണം എത്ര? അപ്പോൾ 2 മീറ്റർ വീതിയിൽ പാത എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്രയാണ് നീളം? ഇങ്ങോട്ട് 2, ഇങ്ങോട്ട് 2, ഇങ്ങോട്ട് 2, എല്ലായിടത്തും ഇവിടെ 2 മീറ്റർ വീതിയാണ് ഈ പാതയ്ക്ക് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ചതുരം കിട്ടി. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പാതയുടെ വിസ്തീർണം. പാതയുടെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ ഈ ഭാഗം മാത്രം, ഇതിൻ്റെ മാത്രം വിസ്തീർണമാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് 2 ഇത് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഭാഗത്തുള്ള വിസ്തീർണം മാത്രം കാണാൻ ഈ വലിയ ചതുരത്തിൻ്റെ വിസ്തീർണത്തിൽ നിന്നും ഈ ചെറിയ ചതുരത്തിൻ്റെ വിസ്തീർണം കുറച്ചാൽ മതി. അത് മനസ്സിലാവുന്നുണ്ടല്ലോ. കാണുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു ചതുരം കിട്ടി, ചെറിയൊരു ചതുരം കിട്ടി. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് ഈ ഭാഗം പോയി കഴിഞ്ഞാൽ ഈ ഇടയിലുള്ള ഭാഗത്തിൻ്റെ വിസ്തീർണം നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വലിയ ചതുരത്തിൻ്റെ നീളവും വീതി അറിയണം, ചെറിയ ചതുരത്തിൻ്റെ നീളവും വീതി അറിയണം. ചെറുതിൻ്റെ നീളവും വീതിയും നമുക്ക് തന്നിട്ടുണ്ട് 24 18 അല്ലേ. വലുതിൻ്റെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് ഇതുവരെ 24 ഈ പാതയുടെ വീതി നമുക്ക് തന്നിട്ടുണ്ട് 2 മീറ്ററാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്തുണ്ടാവും? 2 ഉണ്ടാവും. ഇവിടെ നിന്ന് ഇങ്ങോട്ടും 2 ഉണ്ടാവും. അപ്പോൾ 2ഉം 2ഉം കൂടെ 4ഉം കൂടെ ചേർത്തിട്ട് ഈ വലിയ ചതുരത്തിൻ്റെ എത്രയായി? 28 അല്ലേ. ഇത് 24 ചെറിയ ചതുരത്തിൻ്റെ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 മീറ്റർ ഉണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ടും 2 മീറ്റർ ഉണ്ട്. പാതയുടെ വീതി തന്നിട്ടുണ്ട്. അപ്പോൾ 24ൻ്റെ കൂടെ ഈ 2 കൂട്ടുമ്പോൾ 26, ഈ 2 കൂട്ടുമ്പോൾ 28. അപ്പോൾ വലിയ ചതുരത്തിൻ്റെ നീളം 28 എന്ന് കിട്ടി. വീതിയും അതുപോലെ തന്നെയാണ് വരിക. ഈ ചെറിയ ചതുരത്തിൻ്റെ വീതി 18 സെൻറ്റിമീറ്റർ ആണ്. ഇനി വലുതിൻ്റെ എന്ന് പറയുമ്പോൾ ഈ പാതയുടെ വീതി നമുക്കറിയാം 2 ആണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടും 2 ആണ്. അപ്പോൾ 18ഉം 2 20ഉം 2 22 സെൻറ്റിമീറ്റർ എന്നുള്ളത് വീതിയും നമുക്ക് കിട്ടി. അപ്പോൾ വലിയ ചതുരത്തിൻ്റെ നീളവും വീതിയും കിട്ടി, ചെറിയ ചതുരത്തിൻ്റെ നീളവും വീതിയും കിട്ടി. രണ്ടിൻ്റെയും വിസ്തീർണം കണ്ടിട്ട് മൈനസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം.
വലിയ ചതുരത്തിൻ്റെ 28 ഇൻറ്റു 22 ആണ്. 28 ഇൻറ്റു 22 ചെയ്യുമ്പോൾ എത്ര വരും? 28 ഇൻറ്റു 20 ചെയ്താൽ നമുക്കറിയാം 28 ഇൻറ്റു 2 എത്രയാണ്? 56, 560 പ്ലസ് എത്ര വരും? 28 ഇൻറ്റു 2. 28 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ വീണ്ടും 56 ആണ് വരിക അല്ലേ? അപ്പോൾ 560, 56, 6, 5, 6, 11, 1, 616 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, 28 ഇൻറ്റു 22 എങ്ങനെയാണ്? 616. അപ്പോൾ ഇത് സ്പ്ലിറ്റ് ചെയ്ത് ഗുണിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ? അപ്പോൾ 616 എന്ന് കിട്ടി. ഇനി ചെറുതിൻ്റെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 18 ഇൻറ്റു 24 ആണ്. അപ്പോൾ നമുക്ക് ഇതും ചെയ്യാം. 18 ഇൻറ്റു 20, അതായത് 18 ഇൻറ്റു 2 എത്രയാണ്? 36, 36 ഒരു 0, 360 പ്ലസ് 18 ഇൻറ്റു 4, 4, 8, 32, 2, 3 ശിഷ്ടം, ഒരു 4, 4, 3, 7. ഓക്കെ, 72 എന്ന് വന്നു. ഇനി ഇതൊക്കെ തമ്മിൽ കൂട്ടാം. 2, 7, 6, 13, 1, 432 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ വലിയ ചതുരത്തിൻ്റെ വിസ്തീർണം 616ഉം ചെറുതിൻ്റെ വിസ്തീർണം എത്രയാണ്? 432. ഓക്കെ, അപ്പോൾ ഇനി ഇത് വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ എന്തായി? നമ്മുടെ ഈ പാതയുടെ മാത്രം വിസ്തീർണമായി. ഓക്കെ, അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാം. 616ൽ നിന്നും 432 കുറയ്ക്കുമ്പോൾ 6ൽ നിന്ന് 2 പോയാൽ 4, 11ൽ നിന്ന് 3 പോയാൽ 8, ഇവിടെ 5ൽ നിന്ന് 4 പോയാൽ 1, 184 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? ഒരു ചതുരാകൃതിയിലുള്ളൊരു തോട്ടം തന്നിട്ടുണ്ട്. അതിന് ചുറ്റും പുറത്തായിട്ട് മറ്റൊരു വഴിയുണ്ട്. അപ്പോൾ പാതയുടെ വിസ്തീർണം കാണണമെന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ 2 ചതുരം കിട്ടും. അപ്പോൾ വലിയ ചതുരത്തിൽ നിന്നും ചെറിയ ചതുരത്തിൻ്റെ വിസ്തീർണം കുറച്ചാൽ നമുക്ക് ആൻസർ ആയി. അപ്പോൾ വലിയ ചതുരത്തിൻ്റെ നീളവും വീതിയും കിട്ടാൻ വേണ്ടി നമ്മൾ പറഞ്ഞു ചെറുതിൻ്റെ 24 ആണ്. അപ്പോൾ പാതയുടെ നീളം ഇങ്ങോട്ടും 2 ഇങ്ങോട്ടും 2, അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 28 എന്ന് കിട്ടി. ഇവിടെ നിന്ന് ഇങ്ങോട്ടും 2 അങ്ങോട്ടും 2, ഇവിടം വരെ എത്രയാണ്? 18. അപ്പോൾ നമ്മൾ നീളവും വീതിയും കണ്ടുപിടിച്ചു. വലുതിൻ്റെയും ചെറുതിൻ്റെയും നമുക്ക് കിട്ടി. രണ്ടിൻ്റെയും വിസ്തീർണം കണ്ടുപിടിച്ചു. മൈനസ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 184 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, ഇതാണ് ഇത് ശരിക്കും ചെയ്യാനുള്ള വഴി. ഇനി ഇതിനൊരു എളുപ്പ വഴിയുണ്ട്. അത് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് തന്നിട്ടുള്ള നീളം എത്രയാണ്? 24 അല്ലേ? 24 അതിൻ്റെ കൂടെ പ്ലസ് ചെയ്യുക. എന്ത്? വീതി 18 പ്ലസ് ചെയ്തു. വീണ്ടും പ്ലസ് ചെയ്യുക. എന്ത്? നമുക്ക് എത്ര മീറ്റർ വീതിയാണോ നമ്മുടെ പാത തന്നിട്ടുള്ളത് അതിൻ്റെ സ്ക്വയർ. 2 മീറ്റർ വീതിയാണെങ്കിൽ 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4 പ്ലസ് ചെയ്യുക. ഇൻറ്റു എന്ത് ചെയ്യുക? ഈ പ്ലസ് ചെയ്ത 4നെ തന്നെ ഗുണിക്കുകയും ചെയ്യാം. ഇങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. എന്താണ് ചെയ്യേണ്ടത്? ഇതാണ് നമ്മുടെ ഷോർട്ട് കട്ട്. ഷോർട്ട് കട്ട് എന്താണ്? ആദ്യം നമ്മുടെ നീളം എഴുതി, പ്ലസ് വീതി എഴുതി, പ്ലസ് എന്ത് ചെയ്യുക? പാതയുടെ വീതി എത്രയാണോ നമുക്ക് തന്നിട്ടുള്ളത് അതിൻ്റെ സ്ക്വയർ. ഇവിടെ 2 ആയതുകൊണ്ട് 2ൻ്റെ സ്ക്വയർ 4 ചെയ്തു, പ്ലസ് ചെയ്തു, അതിൻ്റെ കൂടെ ഇൻറ്റു ഹോൾ ചെയ്തിട്ട് ഇൻറ്റു 4 കൂടെ ചെയ്തു. ഇതാണ് നമ്മുടെ ഷോർട്ട് കട്ട്. അപ്പോൾ ഇത് ചെയ്താലും നമുക്ക് എത്ര കിട്ടും? ആൻസർ നോക്കുക. 24, 18, 8, 4, 12ന് 2, 1 ശിഷ്ടം, 2, 1, 3, 1, 4, 42 എന്ന് കിട്ടി. പ്ലസ് 4 എന്ന് പറയുമ്പോൾ എത്രയാണ്? 46. 42ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 46 ഇൻറ്റു 4 വരും. 6, 4, 24, 2, 4, 4, 16, 2, 18, 184 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എളുപ്പമാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? 2 മീറ്റർ വീതിയിൽ ഒരു പാത പുറത്തുകൂടെയാണ് അല്ലേ? അപ്പോൾ പുറത്തുകൂടെ പാത വരുന്നു എന്ന് പറയുമ്പോൾ കേസിലാണ് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത്. നീളം ചെയ്യാം, നീളം പ്ലസ് വീതി പ്ലസ് എന്ത് ചെയ്യുക? നമ്മുടെ വീതി എത്ര മീറ്റർ ആണോ പാത തന്നിട്ടുള്ളത് അതിൻ്റെ സ്ക്വയർ എടുത്തിട്ട് ആഡ് ചെയ്യുക, ഇൻറ്റു ആ 4 കൊണ്ട് തന്നെ ഗുണിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും ആൻസർ? 184. അപ്പോൾ ഇത് നമുക്ക് PSCക്കൊക്കെ ഉപകാരപ്പെടും. ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ട്രിക്ക് ഓർമ്മ വന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയയിൽ ചെയ്യാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇത് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാം. ഓക്കെ ആണല്ലോ? അടുത്തൊരു ചോദ്യം നോക്കാം. ഇവിടെ നോക്കുക, 60 മീറ്റർ നീളവും 50 മീറ്റർ വീതിയുമുള്ള ചതുര പ്ലോട്ടിന് അകത്തുകൂടെ 1 മീറ്റർ വീതിയിൽ ഒരു നടപ്പാതയുണ്ട്. വിസ്തീർണം എത്ര? നേരത്തെ പറഞ്ഞതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അതായത് നേരത്തെ നമ്മൾ പുറത്തുകൂടെ എന്ന് പറഞ്ഞു, ഇവിടെ അകത്തുകൂടെ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 മെത്തേഡിലും ചെയ്യാം. നമ്മൾ എളുപ്പ വഴിയിൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് ആൻസർ കിട്ടും. എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നീളം എഴുതുക 60
പ്ലസ് വീതി എഴുതുക 50. ഇനി പ്ലസ് നമ്മൾ എന്ത് ചെയ്തു, അവിടെ പാതയുടെ ഇരട്ടി സ്ക്വയർ എടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്തു. ഇവിടെ അകത്തുകൂടെ ആയതുകൊണ്ട് മൈനസ് ചെയ്യുക. അകത്തുകൂടെ ആയതുകൊണ്ട് സ്ക്വയർ എടുത്തിട്ട് 1ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 1ന്റെ സ്ക്വയർ അല്ല, 1ന്റെ ഇരട്ടി എന്ന് പറയുന്നത് എത്രയാണ്? 2. അപ്പോൾ 2 മൈനസ് ചെയ്യുക, ഇൻറ്റു 2 ചെയ്യുക. ഓക്കെ, അവിടെ എന്താണ് ചെയ്തത്? -4. അപ്പോൾ 2 മീറ്റർ എന്ന് പറഞ്ഞപ്പോൾ 2ന്റെ ഇരട്ടി എടുത്തു, 4 കൂട്ടി 4 കൊണ്ട് ഗുണിച്ചു. ഇവിടെ അകത്തുകൂടെ എന്ന് പറയുമ്പോൾ 2 കുറച്ചു, 2 കൊണ്ട് ഗുണിച്ചു. ഓക്കെ ആണല്ലോ. ഇവിടെ എങ്ങനെയാണ് 2 വന്നത്? ഇവിടെ 1 മീറ്റർ ആണ്, 1ന്റെ ഇരട്ടി 2. ഓക്കെ, അവിടെ 2 ആയതുകൊണ്ട് 2ന്റെ ഇരട്ടി 4. ഓക്കെ, അപ്പോൾ 60 + 50 - 2 × 2 ഇങ്ങനെ ചെയ്താൽ മതി. നമുക്ക് ഇപ്പം തന്നെ ആൻസർ കിട്ടും. 60 50 കൂടെ കൂട്ടി 110 -2 എന്ന് പറയുമ്പോൾ ഇൻറ്റു 2. 110 നിന്ന് 2 പോയാൽ 108 × 2. 108 × 2 എന്ന് പറയുമ്പോൾ 100 2 എത്രയാണ്? 200 പ്ലസ് 8 2 എത്രയാണ്? 16. അപ്പോൾ 216 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, നമ്മുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. 216 cm². ഇത്രയേ ഉള്ളൂ നമ്മുടെ എളുപ്പ വഴിയിലൂടെ ചെയ്യുകയാണെങ്കിൽ. നീളം എഴുതാം, പ്ലസ് വീതി എഴുതാം, മൈനസ് അകത്തുകൂടെ ആയതുകൊണ്ട് മൈനസ് 1ന്റെ ഇരട്ടി 2. 1 മീറ്റർ അല്ലേ പാത, അപ്പോൾ അതിൻ്റെ ഇരട്ടി 2 കുറയ്ക്കുക, 2 കൊണ്ട് ഗുണിക്കുക. പുറത്തുകൂടെ ആണെങ്കിൽ എന്ത് ചെയ്യുക? 2 കൂട്ടുക, 2 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, പുറത്തുകൂടെ ആണെങ്കിൽ കൂട്ടുക, അകത്തൂടെ ആണെങ്കിൽ കുറയ്ക്കുക. ഇതാണ് നമ്മുടെ എളുപ്പ വഴി. നമ്മുടെ ആൻസർ 216 cm² എന്ന് കിട്ടി. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെയാണെങ്കിലോ, ആദ്യം ഒരു ചതുര പ്ലോട്ട് വരയ്ക്കുക. എന്നിട്ട് എന്താണ് പറയുന്നത്? അതിൻ്റെ നീളവും വീതിയും 60 മീറ്റർ നീളം തന്നിട്ടുണ്ട്, 50 മീറ്റർ വീതി തന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുകൂടെ 1 മീറ്റർ വീതിയിൽ ഒരു നടപ്പാത ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അകത്തൂടെയുള്ള പാത നമ്മൾ വരച്ചു. അപ്പോൾ അതിൻ്റെ നീളവും വീതിയും നമ്മൾ കണ്ടുപിടിക്കാം. എന്നിട്ട് വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ എന്തായി? നമ്മുടെ ആൻസറായി. അപ്പോൾ ചെറുതിൻ്റെ നീളവും വീതിയും കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? വലുതിൻ്റെ 60ഉം 50ഉം തന്നിട്ടുണ്ട്. ഇവിടെ 1 മീറ്റർ അകത്തൂടെ ആവുമ്പോൾ എന്ത് സംഭവിക്കും? 1 മീറ്റർ പാതൻ്റെ അളവ് കുറയുകയാണ് ചെയ്യുക, അല്ലേ? അപ്പോൾ ഈ 60 എന്നുള്ളതിൽ നിന്നും ഇവിടെ നിന്ന് 1 മീറ്റർ പോയി, ഇവിടെ നിന്ന് 1 മീറ്റർ പോയി. 60 നിന്ന് അപ്പോൾ 2 മീറ്റർ പോയാൽ എത്രയായി? 58 മീറ്റർ ആയി, അല്ലേ? അപ്പോൾ ചെറുതിൻ്റെ അളവ് എത്രയാണ്? 58 മീറ്റർ. ഇനി ഇവിടെ 50 മീറ്റർ ആണ് വീതി. ഇവിടെ 1 മീറ്റർ പോയി, ഇവിടെയും 1 മീറ്റർ പോയി. മൊത്തം എത്ര മീറ്റർ പോകും? 2 മീറ്റർ പോകും. അപ്പോൾ ഇവിടെ 48 എന്നും വരും. ഓക്കെ, അകത്തൂടെ ആകുമ്പോൾ 1 മീറ്റർ കുറയും, പുറത്തൂടെ ആകുമ്പോൾ 1 മീറ്റർ കൂടും. അതാണ് അതിൻ്റെ ആ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടണം. ഓക്കെ, അപ്പോൾ പുറത്തൂടെ ഉള്ളതിൻ്റെ നീളം 60ഉം 50ഉം ആണ്. അകത്തുകൂടെ ആകുമ്പോഴത്തേനും 1 മീറ്റർ കുറഞ്ഞു. അപ്പോൾ ഇവിടെ 58 ഇവിടെ 48 ഇനി എന്ത് ചെയ്യുക? ഇത് രണ്ടും കൂടെ നീളവും വീതിയും കൂടെ ഗുണിച്ച് വിസ്തീർണം കണ്ടിട്ട് കുറച്ചാൽ മതി, അല്ലേ? അപ്പോൾ വലുതിൻ്റെ വിസ്തീർണം 60 × 50 എന്ന് പറയുമ്പോൾ 6×5 30. ഇവിടെ എന്താണ്? 2 0 ഉണ്ട്, ആ 2 0 കൂടി ഇട്ടു, 3000 എന്ന് വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ചെറുതിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കണം, അല്ലേ? അപ്പോൾ ചെറുതിൻ്റെ വിസ്തീർണം കാണാനായിട്ട് 58 × 48 ചെയ്യുക. ഓക്കെ, അത് ചെയ്തതിന് ശേഷം നമ്മൾ 3000-ൽ നിന്നും മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 58 × 48 ചെയ്യുമ്പോൾ 58-ന് ആദ്യം എന്ത് ചെയ്യുക? 40 കൊണ്ട്, അതായത് 4 കൊണ്ട് ഗുണിച്ചിട്ട് ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. 8 4 32-ന് 2, 3 ശിഷ്ടം, 5 4 20, 20 3 എത്രയാണ്? 23, ഒരു 0 കൂടെ ഇട്ട് കൊടുക്കാം. പ്ലസ് എന്ത് ചെയ്യുക? 58 × 8 ചെയ്യുക. 8 8 64-ന് 4, 6 ശിഷ്ടം, 5 8 40, 6 എത്രയാണ്? 46. അപ്പോൾ ഇനി ഇത് തമ്മിൽ കൂട്ടുക. 0 4, ദെൻ 6 2 8, 4 3 7, 2. ഓക്കെ, 2784 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യുക? 3000-ൽ നിന്നും ഇത് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി, അല്ലേ? 3000-ൽ നിന്നും 2784 കുറച്ചാൽ 10-ന് 4 പോയാൽ 6, 9-ന് 8 പോയാൽ എത്രയാണ്? 1, അല്ലേ? 9-ന് 8 പോയാൽ 1, ഇവിടെ 9-ന് 7 പോയാൽ 2, ഇവിടെ 3 പോയിട്ട് 2 ആയി, അപ്പോൾ 0. അപ്പോൾ 216 എന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഷോർട്ട് കട്ടിലൂടെ ചെയ്തപ്പോഴും 216 തന്നെയാണ്, ഇങ്ങനെ ചെയ്തപ്പോഴും 216 തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ പെട്ടെന്ന് വരുന്നത് അതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ 2 മെത്തേഡും പഠിച്ച് വയ്ക്കാം. ഓക്കെ ആണല്ലോ? എങ്ങനെയാണ് ചെയ്തത്? നമ്മൾ നീളവും വീതിയും തന്നിട്ടുണ്ട്, ഒരു ചതുര പ്ലോട്ടാണ്. അപ്പോൾ അതിന് പുറത്തുകൂടെ ആകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഷോർട്ട് കട്ട് ചെയ്തത്? നീളം പ്ലസ് വീതി, എത്ര മീറ്റർ പാതയാണോ അതിൻ്റെ ഇരട്ടി എടുത്തിട്ട് കുറയ്ക്കുക. പുറത്തുകൂടെ ആണെങ്കിൽ കൂട്ടുക, ഇൻറ്റു ചെയ്യുക. അകത്തുകൂടെ ആണെങ്കിൽ കുറച്ചിട്ട് ഇൻറ്റു ചെയ്യുക. അതാണ് നമ്മുടെ ഷോർട്ട് കട്ട്. ഇങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്?
വലിയ ചതുരത്തിൽ നിന്നും വലിയ ചതുരത്തിന്റെ വിസ്തീർണത്തിൽ നിന്നും ചെറിയ ചതുരത്തിന്റെ വിസ്തീർണം കുറച്ചാൽ നമ്മുടെ ആൻസർ കിട്ടി. എത്രയാണ് ആൻസർ? 216 എന്ന് കിട്ടി. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ ചതുരം അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.